ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. 2024 ഡിസംബറിൽ നടക്കുന്ന ടേം ആൻഡ് എക്സാമിനേഷന്റെ എക്സാം രജിസ്ട്രേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്താണ് എക്സാം രജിസ്ട്രേഷൻ? എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എക്സാം ഫീ അടച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു എക്സാം ഫീ അടച്ച് നമുക്ക് വേണ്ട എക്സാം സെന്റർ ചൂസ് ചെയ്യുന്ന ആ ഒരു രജിസ്ട്രേഷനെയാണ് എക്സാം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകും. മുമ്പ് ഇഗ്നോയിൽ എക്സാം എഴുതിയിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇഗ്നോയുടെ എക്സാം സെന്റേഴ്സ് പെട്ടെന്നാണ് ഫില്ലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സെപ്റ്റംബർ 9-ാം തീയതി ഇന്ന് തൊട്ടാണ് നമുക്ക് ഒഫീഷ്യലി എക്സാം രജിസ്ട്രേഷൻ ഇഗ്നോയുടെ സൈറ്റ് വഴി ചെയ്യാൻ സാധിക്കുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 15-ാം തീയതിയാണ്. പക്ഷേ നിങ്ങൾ ഈ ഡിസംബറിൽ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും 15-ാം തീയതി വരെ വെയിറ്റ് ചെയ്യരുത്, ഒക്ടോബർ വരെ വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു 2-3 മാക്സിമം 1 വീക്കിനുള്ളിൽ തന്നെ എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റഡി സെന്റർ തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. നമ്മളുടെ വീടിനടുത്ത് ഈ ഒരു തന്നിട്ടുള്ള ലിസ്റ്റിൽ ഏത് സെന്റർ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ സെന്റർ തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അടുത്തുള്ള സെന്ററിൽ സീറ്റ് കിട്ടുന്നതാണ്. ഇതിന്റെ ഫീ ഡീറ്റെയിൽസ് നോക്കാം. ഒരു സബ്ജക്റ്റിന് എക്സാം രജിസ്റ്റർ ചെയ്യുന്നതിന് 200 രൂപയാണ് വരുന്നത്. ഇത് തിയറി സബ്ജക്റ്റിന്റെ എമൗണ്ട് ആണ് പറഞ്ഞത്. ഇനി പ്രാക്ടിക്കൽ സബ്ജക്റ്റിനാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെങ്കിൽ 4 ക്രെഡിറ്റ് വരെയുള്ള സബ്ജക്റ്റുകൾക്ക് 300 രൂപയും 4 ക്രെഡിറ്റിന് മുകളിലുള്ള പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾക്ക് ഇപ്പോൾ BCA, BCA, MCA സബ്ജക്റ്റുകൾക്കൊക്കെ പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ 500 രൂപ പെർ സബ്ജക്റ്റ് വരുന്നുണ്ട്. ഇനി പ്രോജക്റ്റിനാണെങ്കിൽ 4 ക്രെഡിറ്റ് വരെയുള്ള പ്രോജക്റ്റുകൾക്ക് 300 രൂപയും 4 ക്രെഡിറ്റിന് മുകളിലുള്ള പ്രോജക്റ്റ് വിഷയങ്ങൾക്ക് 500 രൂപയുമാണ് പെർ സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ നോർമലി എല്ലാവർക്കും ഉള്ളത് തിയറി സബ്ജക്റ്റുകളായിരിക്കും. അപ്പോൾ തിയറി സബ്ജക്റ്റിന് ഒരു സബ്ജക്റ്റിന് 200 രൂപയാണ് എക്സാം ഫീ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് exam.igno.ac.in എന്ന് എക്സാം രജിസ്ട്രേഷൻ്റെ ആ ഒരു സെർച്ച് സൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒഫീഷ്യൽ ഇഗ്നോയുടെ സൈറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയോണ്ട് തന്നെ ഇന്ന് അധികം നേരം സൈറ്റ് കിട്ടാൻ സാധ്യതയില്ല. കാരണം എല്ലാവരും ഈ സൈറ്റിലോട്ട് വന്നിട്ട് റഷ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൈറ്റ് കിട്ടാൻ സാധ്യതയില്ല. സോ എല്ലാവരും മാക്സിമം നാളത്തേക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുക. ഇന്ന് ചെയ്യണമെന്നില്ല, കാരണം ഇന്ന് സൈറ്റ് ഇഷ്യൂസ് ഒക്കെ കുറച്ചുകൂടെ ഉണ്ടാവും. അപ്പോൾ നാളെ തൊട്ട് സെപ്റ്റംബർ 10-ാം തീയതി തൊട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഇൻഫോടെക് എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സാം രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ് എക്സാം രജിസ്ട്രേഷൻ. എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ പ്രോപ്പറായിട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന മാത്രം ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക. എങ്കിൽ പ്രോപ്പറായിട്ട് എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഇനി അടുത്തതിൽ പറയേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ABC IDനെ കുറിച്ച്. ABC ID എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്. കഴിഞ്ഞ തവണത്തെ എക്സാം രജിസ്ട്രേഷന് ABC ID നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ തൊട്ട് അത് കമ്പൾസറി ആക്കിയിട്ടുണ്ട്. ഓൾറെഡി കമ്പൾസറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ABC ID ആരെങ്കിലും ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാം രജിസ്ട്രേഷൻ്റെ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ABC ID ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ നിർബന്ധമായിട്ട് നിങ്ങളുടെ ABC ID നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് ABC ID ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ABC ID നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനും സെയിം വാട്സ്ആപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആർക്കൊക്കെ ഈ 2024 ഡിസംബറിൽ നടക്കുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ്. ഒന്നാമത്തെ കാറ്റഗറി 2024 ജൂലൈ സെക്ഷനിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസിന് അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ ഡിസംബറിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതായത് MBA, MCA, BCA, MCOM ഇങ്ങനെയുള്ള സെം വൈസ് പ്രോഗ്രാംസ് എടുത്തിട്ടുള്ള കുട്ടികൾ നിർബന്ധമായിട്ട് ഇപ്പോൾ ഫസ്റ്റ് സെമ്മിലേക്കുള്ള എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത് വരുന്നത് ആരൊക്കെയാണ്? 2024 ജനുവരി സെക്ഷനിൽ ഇയർ വൈസ് പ്രോഗ്രാംസിനും സെം വൈസ് പ്രോഗ്രാംസിനും ഒക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർക്കും ഇപ്പോൾ ഡിസംബറിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ മുമ്പുള്ള ഏതെങ്കിലും പരീക്ഷകൾ നിങ്ങൾ എഴുതാതെ മിസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുണ്ട്, ഒന്നേന്ന് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും ഇതേ പ്രൈസ് തന്നെ 200 രൂപ പെർ സബ്ജക്റ്റ് ഫീ അടച്ച് എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. ഞാൻ പറയുകയാണ്, നിങ്ങൾ ഡിസംബറിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീക്ക് തന്നെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ സീറ്റ് കിട്ടില്ല. എറണാകുളം, വടകര റീജിയണൽ സെന്റേഴ്സിന്റെ അണ്ടറിലുള്ള സെന്റേഴ്സ് ഒക്കെ പെട്ടെന്നാണ് ഫില്ലാവുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ഫില്ലാവാറുണ്ട്. സോ ഇങ്ങനെയുള്ള റീജിയൻസിലൊക്കെ എക്സാം സെന്റർ വേണ്ടവർ പെട്ടെന്ന് തന്നെ എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.